ശ്രീ വി എം സുധീരൻ, നേരത്തെ ഉണ്ടായ UDF സർക്കാരിന്റെ കാലത്തെ ബാർ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കേരളത്തിൽ എല്ലാവർക്കും അറിയുന്നതാണ്. അന്ന് ഈ ഗുണനിലവാരമില്ലാത്ത ബാറുകൾ തുറക്കാതിരിക്കുന്നതിന് കർശനമായ ഇടപെടൽ KPCC അധ്യക്ഷൻ എന്ന നിലയിൽ താങ്കൾ എടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെ KM മാണിക്കെതിരെ അടക്കം വലിയ ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. അന്നത്തെ എക്സൈസ് മന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഈ ബാർ എന്നത് ഒരു പഴയ ഭാഷയിൽ ഇപ്പോൾ നല്ലൊരു കറവ പശുവാണോ, അതൊരു സ്ഥിരം ഇടപാടാണോ, അത് ഇവരും തുടരുകയാണ് എന്ന് വേണമോ മലയാളികൾ മനസ്സിലാക്കാൻ? ഹലോ ശ്രീ വി എം സുധീരൻ, കേൾക്കാമോ? ഒരു കാര്യം വളരെ വ്യക്തമാണ്, ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. UDF കാലത്ത് ബാറുകാർക്ക് യാതൊരു ആനുകൂല്യവും ചെയ്തില്ല എന്ന് മാത്രമല്ല 730 ബാറുകൾ അടച്ചുപൂട്ടുകയാണ് ഉണ്ടായത്. അത് വളരെ ധീരമായൊരു നടപടിയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം UDFന്റെ നയം ഏറെക്കാലമായി ഘട്ടം ഘട്ടമായി മദ്യനിരോധനത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഏറ്റവും അവസാനം UDF ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 730 ബാറുകളും അടച്ചുപൂട്ടുന്ന വളരെ വളരെ അസാധാരണമായ വളരെ ധീരമായ തീരുമാനമാണ് എടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന്റെ ഒരു മറുഭാഗം കൂടി ഉണ്ടല്ലോ. അന്ന് അങ്ങ് എക്സൈസ് മന്ത്രിക്കെതിരെ ശക്തമായ നിലപാട്, കെ ബാബുവിനെതിരെ ശക്തമായ നിലപാട് പാർട്ടിക്കുള്ളിലും അന്നത്തെ ധനമന്ത്രി KM മാണിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുകയും അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. നോട്ടെണ്ണൽ മെഷീനൊക്കെ അന്ന് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്റെ ചോദ്യം ഇതാണ്, നേരത്തെ മുതൽ തന്നെ ഇതൊരു സ്ഥിരം ഏർപ്പാടാണോ? ബാറുകൾ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സായി അവർക്കനുസരിച്ച് നയം മാറ്റിക്കൊടുത്താൽ ആ ഭരിക്കുന്ന പാർട്ടി കിട്ടുന്ന തരത്തിൽ അങ്ങനെയൊന്നും ഇവിടെയും സംഭവിക്കുന്നു എന്ന് വേണമോ ജനം മനസ്സിലാക്കാൻ? അല്ല, ഈ മദ്യലോബിയുടെ സ്വാധീനം എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട്. മദ്യലോബി അവരുടെ കരുക്കൾ എക്കാലവും നീക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാൻ സാധിക്കും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ UDFന്റെ കാലത്ത് എന്തെല്ലാം സമ്മർദ്ദങ്ങൾ, നമ്മൾ റിസൾട്ടാണ് നോക്കുന്നത്. റിസൾട്ട് എന്താണ്? 730 ബാറുകളും അടച്ചുപൂട്ടി. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ല. അതേ സമയത്ത് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആകെ ഉണ്ടായിരുന്നത് 29 ബാറുകളാണ്. ആ ബാറുകളാണെന്ന് യഥാർത്ഥത്തിൽ 1000-ലധികം ബാറുകളായി മാറിയിരിക്കുന്നു. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കേരളം ഒരു വലിയ തകർച്ചയിലേക്കാണ് പോകുന്നത്. കാരണം മദ്യവും മയക്കുമരുന്നും കേരളീയ സമൂഹത്തെ വളരെയേറെ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആ സമയത്താണ് ഈ സർക്കാർ പുതിയ മേഖലയിലേക്ക് മദ്യവ്യാപനം നടത്താനും നേരത്തെ ഉണ്ടായിരുന്ന ഡ്രൈ ഡേ പോലുള്ള ചെറിയ നിയന്ത്രണങ്ങൾ പോലും എടുത്തു കളയാനും തയ്യാറാകുന്നത്. ഇപ്പോൾ ബാറുകൾ അടച്ചുപൂട്ടിയതിനെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ പക്ഷേ അത്രയധികം ബാറുകൾ പുതുതായി തുറന്നിട്ടുമുണ്ട്. ഘട്ടം ഘട്ടമായ മദ്യവർജനം അല്ലെങ്കിൽ മദ്യത്തിന്റെ ലഭ്യത കുറവിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ 700-ലധികം ബാറുകൾ പുതുതായി തുറന്നതിന്റെ കണക്കുകൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇതിൽ അഴിമതിയുണ്ട്, ഇതൊരു അഴിമതിയാണ്. ഈ ശബ്ദ സന്ദേശത്തെ മുഖവിലേക്ക് എടുക്കാം എന്നങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പിന്നെ UDFന്റെ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്നതാണ് ഇന്ന് 1000-ലേറെ ബാറുകളാക്കി മാറ്റിയിട്ടുള്ളത്. പിന്നെയും അത് വിപുലമായ തലങ്ങളിലേക്ക് മദ്യവ്യാപനം നടത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതിന്റെ പിന്നിൽ കൃത്യമായ അഴിമതിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തന്നെയുമല്ല, ഇന്നലെ ഈ മദ്യവ്യാപാരി സംഘടനയുടെ അധ്യക്ഷൻ പറഞ്ഞതും ബഹുമാനപ്പെട്ട തദ്ദേശഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞതും രണ്ടും വാസ്തവവിരുദ്ധമാണ് എന്ന് ഇന്നത്തെ റിപ്പോർട്ടുകൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അജണ്ടയിൽ പ്രധാനമായും മദ്യനയം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് കൃത്യമായും എല്ലാ ചാനലുകളും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ മന്ത്രി പ്രാഥമികമായൊരു ചർച്ച പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നതും തെറ്റാണ്. തീർച്ചയായും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, വളരെ തെറ്റായ നടപടിയാണ്, തെറ്റായ നിലപാടാണ്, തെറ്റായ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. കാരണം ടൂറിസം സെക്രട്ടറിയുടെ യോഗം, ടൂറിസം ഡയറക്ടറുടെ യോഗം, പിന്നെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള യോഗം, ഇങ്ങനെ ഇതിന്റെ സർക്കാരിന്റെ പിന്നാമ്പുറങ്ങളിൽ വളരെ തകൃതിയായി ചർച്ചകൾ നടന്ന് മുന്നോട്ട് പോകുന്ന ആ ഒരു യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് വാസ്തവവിരുദ്ധമായി മന്ത്രി പറഞ്ഞത്. ഏതായാലും ഇപ്പൊ മന്ത്രി മുഖം രക്ഷിക്കാൻ വേണ്ടി ഇപ്പോ ക്രൈംബ്രാഞ്ച് എൻക്വയറി എന്നൊക്കെ പറയുന്നത് അതൊന്നും ശരിയല്ല. CBI എൻക്വയറി തന്നെ വേണം ഈ കാര്യത്തിൽ എന്ന ഉറച്ച നിലപാടാണ് എനിക്കുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു അന്വേഷണവും
വിശ്വാസയോഗ്യമല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. CBI അന്വേഷണം നന്ദി നടത്താൻ ശ്രീ വി എം സർക്കാർ സുധീരൻ, അങ്ങയുടെ തയ്യാറാണ്. നിലപാട് വ്യക്തമാണ്.